ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സാന്ദ്രയ്ക്കും. അതും കഴിഞ്ഞ് വരുന്ന വഴി നല്ല ചൂട്. വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിലും ചൂടും. അപ്പം കരിമ്പും ജ്യൂസ് കണ്ട്. കരിമ്പും ജ്യൂസ് കുടിച്ചിട്ട് കുറേ നാളായി. അങ്ങനെ നല്ല സ്നേഹമുള്ളൊരു മാമനായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഇറങ്ങി ഞങ്ങൾ കരിമ്പും ജ്യൂസ് കുടിച്ചു കേട്ടോ. എന്നത്തേം പോലെ ഇന്നത്തെ എൻ്റെ വീഡിയോഗ്രാഫർ സാന്ദ്ര കേട്ടോ. മറ്റേ കൂടുതലും കൊച്ചാളുമായിരിക്കും. ഇന്ന് എൻ്റെ സാന്ദ്ര കേട്ടോ വീഡിയോ എടുക്കുന്നത്. കരിമ്പും ജ്യൂസ് കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ കുറച്ച് കരിമ്പ് ഞാൻ വാങ്ങിച്ച്. ഞാൻ സാന്ദ്രയോട് പറയുമായിരിക്കും മുറിച്ച് വായി വെച്ച് താടി, കടിച്ച് പൊട്ടിച്ച് താടി എന്നൊക്കെ. പക്ഷെ അവൾ പറയുന്നത് പറ്റത്തില്ല എൻ്റെ വായിൽ പല്ലിൽ കമ്പി ഇട്ടേക്കുമല്ലേന്ന്. പറയുന്നത് ഞാനും അമ്മച്ചിയാ. എൻ്റെയും പല്ലിന് ഫുള്ള് പ്രശ്നങ്ങളാണ്. അത് ഞാൻ ഇങ്ങനെയൊക്കെയോ കടിച്ച് പറിച്ചൊക്കെ തിന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് റൂമിൽ വന്നിട്ട് വൈകിട്ടായിരുന്നു ഞങ്ങൾക്ക് ബസ് കേട്ടോ. അത് കഴിഞ്ഞ് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് വരുന്ന വഴി ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളൊരു 3:30 4 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി കേട്ടോ. 7:30ക്കാണ് ബസ്, എന്നാൽ പോലും കുറച്ച് നേരത്തെ ഇറങ്ങി. അപ്പോൾ ചായ കുടിക്കാൻ ഇറങ്ങിയ കടയുടെ അവിടെ തന്നെയാണ് ബസ്സും വരുന്നത്. അവിടെ ചെറിയൊരു പാർക്കുണ്ട് കേട്ടോ, പിള്ളേർക്കൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ വിട്ട് കളയാം. അമ്മച്ചിമാരായ ഞങ്ങളും കയറുന്നത് ഭയങ്കര കളി. പണ്ടൊക്കെ ആയിരുന്നു ഇത് കണ്ടിട്ടുള്ളതും കയറാൻ പറ്റുന്നതൊക്കെ. ഇപ്പം ഇനിയൊരു അവസരം കിട്ടി ഞങ്ങൾ വെറുതെ വിടുമോ? ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സിപ്പോഴും ചെറിയ പിള്ളേർ കിടക്കുന്നേ ഉള്ളൂ. എന്ത് ചെയ്യാൻ? വെയിറ്റ് ചെക്ക് ചെയ്യുക കേട്ടോ. അവളെ എൻ്റെയും കൂടെ അവളെ മാക്സിമം ഞാൻ പൊക്കി വെച്ച്, അതൊക്കെ അവളും എന്നെ കേട്ടോ. ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ പരിപാടി കേട്ടോ. വീഡിയോഗ്രാഫർ പിന്നെ ഷാമിലിയായി കേട്ടോ. പിന്നെ കൊച്ചാളും ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ തകർത്ത് ഈ പരിപാടി തന്നെ കേട്ടോ. വിട്ട് കൊടുത്തിട്ടേ ഇല്ല. പിന്നെ ലാസ്റ്റ് എന്നെ അവൾ പമ്പരം പോലെ പറത്തിയിട്ട് കേട്ടോ. കുറേ നേരം ഞാൻ അവളെ ഇത് കണക്ക് പൊക്കിയൊക്കെ നിർത്തി. പക്ഷേ കുറേ നേരമൊക്കെ ആയിട്ട് പറ്റിയില്ല. കുറച്ച് ഗുണ്ടുമണിയല്ലേ അവൾ. ബോഡി ഷേമിംഗ് ഒന്നും പറയല്ല കേട്ടോ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. അവൾ എന്നെയും പറയാറുണ്ട്, ഞാൻ അവളെയും പറയാറുണ്ട്. അതല്ലേ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അല്ലേ. അങ്ങനെ കുറേ നേരം കറങ്ങി. അടുത്ത വീഡിയോ കാണാൻ. ടാറ്റാ ബൈ ബൈ.